ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഞാൻ ഒരിക്കലും ഓക്കെ പറയില്ല. എന്നാലും കുഴപ്പമില്ല. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, എടാ ഒരു നൈറ്റ് ലൈഫിനെ കുറിച്ച് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എന്തായാലും പോസ്റ്റ് ചെയ്യുമോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും വരുന്നുണ്ട്. നോർമലി ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും വരുന്നില്ല, കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മൊത്തം പുറത്തിറങ്ങി പോയി എടുക്കുക എന്നൊക്കെ പറയുന്ന കാര്യം ഒട്ടും ഓക്കെ അല്ല. പിന്നെ നമ്മൾ സോ ഗൈസ് എന്തായാലും അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് ഗോവയിൽ തന്നെ ഒരുപാട് കാണാത്ത ഒരുപാട് ഹിഡൻ പ്ലേസുകളുണ്ട്. അതിൽ നമ്മൾ നോർമലി ഗോവയിൽ വരുന്നവർക്ക് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അത്യാവശ്യം നോർത്ത് ഗോവ, സൗത്ത് ഗോവ, അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കുന്നത് ഒരുപാട് ഹിഡൻ പ്ലേസ് ആയിട്ട് ബട്ടർഫ്ലൈ ബീച്ച്, പിന്നെ ദൂത് സാഗർ, പിന്നെ പാലോളി, ആരമ്പുഴ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം കൊടുക്കാറുണ്ട്. പിന്നെ അതിൽ പോരാതെ ഇത് ആരും പോവാത്ത എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളായിരിക്കും നമ്മൾ ഇപ്രാവശ്യം കൊടുക്കുന്നത്. അതെന്താണെന്ന് നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളും കുറച്ച് വ്ലോഗ് വീഡിയോസ് എന്തായാലും അതിൻ്റെ ഇറക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്തായാലും ഗൈസ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, നമ്മൾ എന്തായാലും ഡൗട്ട് കാര്യങ്ങളൊക്കെ എന്തായാലും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മൾ പറഞ്ഞു ലൈവ് സ്ട്രീം എന്തായാലും ഒരു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ച് ശരിക്കും നൈറ്റ് ലൈഫ് പബ്ബ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ശരി സ്കാം ആണോ എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കാറ്. സ്കാം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നൈറ്റ് ലൈഫ് പബ്ബ് കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഒരു എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും സ്കാം ആണോ എന്ന് ഞാൻ ഒരിക്കലും പറയാൻ നിൽക്കുന്നില്ല. കാര്യം നമ്മുടെ കയ്യിലെ പൈസ പോകുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യം സ്കാമാന്ന്. പക്ഷെ അത് ഒരിക്കലും നമുക്കറിയാം കൂടുതലും ബാച്ചിലേഴ്സിനെ ഫോക്കസ് ചെയ്തായിരിക്കും സ്കാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അല്ലാതെ വേറെ സ്കാമോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് അത്ര ഇതായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ നമ്മൾ എന്തൊരു കാര്യത്തിലും പോവുകയാണെങ്കിൽ അല്ല എന്തൊരു കാര്യത്തിലും ഇടപെടുവാണെങ്കിൽ ആദ്യം നമ്മൾ എടുപിടിയിൽ നിന്ന് എടുത്ത് പൈസ ഒന്നും കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക. പിന്നെ പൈസ കൊടുത്തു കഴിയുമ്പോഴേ നമുക്ക് പിന്നെ പോയി കഴിയുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യം സ്കാമിൽ പെട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അത്രക്കൊന്നും എനിക്കും തോന്നുന്നില്ല. നമ്മൾ ചാടിക്കയറി ഒന്നിലും പൈസ കൊടുക്കാതിരിക്കുക. ഓക്കെ, ടൈം എടുത്ത് ഇതായിട്ട് മാത്രം കൊടുക്കുക. ഓക്കെ പ്ലീസ്. അപ്പോൾ പിന്നെ നമുക്ക് വന്നിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്പാ. ഒരുപാട് പേര് കുറേ പേര് എനിക്ക് ടാഗ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് സ്പാ എങ്ങനെ ഉണ്ടെന്ന്. സ്പാ ആക്ച്വലി പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഇപ്പോൾ ഗോവയിൽ ചെയ്യുന്നതാണോ അത്യാവശ്യം ബെറ്റർ അതോ തായ്ലാൻഡ് പോയിട്ട് ചെയ്യുന്നതാണോ? സ്പാ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഓൾമോസ്റ്റ് പലരും വരുന്നതും ഗോവയിലോട്ട് വരുന്നതും എല്ലാം ഒരുവിധപ്പെട്ട ആൾക്കാർ സ്പാ ചെയ്യുന്നതും എല്ലാവരും അതിനുവേണ്ടി സ്പാക്ക് വേണ്ടി വരുന്ന 14 പേരും കുറേ പേര് ചോദിക്കാറുണ്ട്, സ്പാ എങ്ങനെയുണ്ട്, സ്പാ ഗോവയിലെ സ്പാ സൂപ്പറാണോ? നമുക്ക് നോർമലി നല്ല സ്പായും ഉണ്ട്, അല്ലാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പാ, പല ടൈപ്പ് സ്പാ ഉണ്ട്. നമ്മൾ ഓരോന്നിലും നമ്മൾ എവിടെ പോയാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക. ഓക്കെ, നമ്മളൊരു പേയ്മെൻറ്റ് കൊടുക്കുന്നതിനുള്ളിൽ ആദ്യം ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഓക്കെ ആണോ, അല്ലെങ്കിൽ അത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി കൺഫേം ചെയ്തതിന് മാത്രം നിങ്ങൾ പൈസയും കാര്യങ്ങളും കൊടുക്കുക. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് വേറെ മെയിനായിട്ട് ഞാൻ കുറച്ച് ഇന്നത്തെ ലൈവിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം കുറച്ച് ഗോവയുടെ തന്നെ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടായിരിക്കുമെന്ന് തോന്നുന്നു. നിങ്ങൾ പോവുകയാണെങ്കിൽ സീസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരംബോൾ ബീച്ച് അത് മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ആരംബോൾ ബീച്ച് എന്ന് പറയുന്നത് അടിപൊളിയാണ്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടതിൽ റഷ്യൻ ബീച്ചിൽ ആരംബോൾ ബീച്ചാണ് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ബട്ടർഫ്ലൈ ബീച്ച് അത് കുറച്ച് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. നമ്മൾ നോർത്ത് ഗോവയിലാണ് റൂം കാര്യങ്ങളൊക്കെ എടുക്കുന്നതെങ്കിലും നമ്മൾ ഇവിടുന്ന് ഒരു 85 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഗോവയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഗോവയിൽ മറ്റുള്ള സ്ഥലത്തു നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട്, ഒരുപാട് പ്രോഗ്രാംസ്, കാരണം ലോട്ട് ഓഫ് ടൂറിസ്റ്റ് ആണ് നമ്മുടെ ഗോവയിൽ വരുന്നത്. അപ്പം അത്രയും ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് എന്തായാലും ഒരുപാട് ഫെസ്റ്റിവൽ കാര്യങ്ങളൊക്കെ എന്തായാലും ഗോവയിൽ ലോട്ട് ഓഫ് ഉണ്ട്. ലോട്ട് ഓഫ് എന്ന് വെച്ചാൽ കാർണിവലൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കണ്ടാലും മതി വരത്തില്ല. കാരണം അതിൻ്റെ ഒരു ആംബിയൻസ്, അതിൻ്റെ ഒരു വൈബ്, അതിൻ്റെ അവിടുത്തെ